ഹാദിന് ആങ്കർ ലീയെ വിളിക്കണമെന്നുണ്ട്. പക്ഷെ വിളിക്കണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിലാണ്. അവൾ ഫോൺ എടുക്കുകയും തിരിച്ചു വെക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെ ഹാക്കിങ്ങിന്റെ ഫോൺ റിങ് ചെയ്യുന്നത് കേൾക്കും. അപ്പം ഹാക്കിങ്ങിനെ വിളിക്കുന്നുണ്ട്, കേൾക്കത്തില്ല. ചെന്ന് നോക്കുമ്പോൾ ചൂളാണെന്ന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അവള് കോൾ അറ്റൻഡ് ചെയ്യും. ചൂള് ഫോൺ എടുക്കുന്നുണ്ട് എന്ന് ചോദിക്കുന്നത് എന്തിനാണ് എന്നെ വേറൊരാളുടെ മാനേജർ ആക്കിയതെന്നാണ്. ഇവക്ക് എന്താണ് സംഭവം എന്താണെന്ന് മനസ്സിലാകത്തില്ല. അന്നത്തേക്ക് ഹാക്കിംഗ് വന്ന് ഫോൺ വാങ്ങിച്ചിട്ട് പുതിയ ആക്ടർക്ക് ഒന്നും പരിചയമില്ല, നിനക്കാകുമ്പോൾ ഹാദിന്റെ കൂടെ നിന്നിട്ട് എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ, അപ്പൊ എല്ലാം അറിയാവുന്ന ഒരാൾ കൂടെ വേണം, അതിന് വേണ്ടിയിട്ടാണ് നിന്നെ പുതിയ ആക്ടറുടെ മാനേജർ ആക്കിയത്. മിസ്പാക്ക് നിന്നോട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഇതിനെക്കുറിച്ച് പിന്നീട് നമുക്ക് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യും. ഹാദിനെ വിളിയ സംശയത്തോടെ നോക്കുമ്പോൾ ഞാൻ ഒളിക്കണമെന്ന് വിചാരിച്ചതല്ല, കഴിഞ്ഞ ദിവസത്തെ പ്രശ്നങ്ങൾക്കിടയിൽ പറയാൻ പറ്റാഞ്ഞതാണ്. ആങ്കർ ലീക്ക് പിന്നീടും ഫോട്ടോസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ സംശയമുള്ളവരെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഡയറക്ടർ ജിയെയും റിപ്പോർട്ടർ പാർക്കിനെയും പിന്നെ ചൂളിനെയുമാണ് ആങ്കർ ലീക്ക് സംശയം എന്ന് ഹാദിനോട് അവൾ പറയും. ഡയറക്ടർ ജി മിസ് പാർക്കിനെ കാണാനായിട്ട് വരും. ഇവന്റെ പുതിയ സിനിമ തുടങ്ങിയിട്ടില്ല, വേറൊരു ആക്ട്രസിനെ വെച്ച് തുടങ്ങാനൊക്കെ പറഞ്ഞിട്ടും ഇവൻ തുടങ്ങിയിട്ടില്ല. ഹാദിന് ഡേറ്റ് ഇല്ലാത്തത് കൊണ്ടാണ്. ആ റൈറ്ററുടെ ഡ്രാമയിൽ അഭിനയിക്കണമെന്ന് ഹാദിന് വലിയ ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്, അല്ലാതെ വേറെ ഒരു പ്രശ്നമില്ല എന്ന് മിസ് പാർക്ക് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ പ്രശ്നമില്ല. അഭിനയിപ്പിക്കുന്നതിൽ മിസ് പാർക്കിന് പ്രശ്നമില്ലെങ്കിൽ എനിക്കും പ്രശ്നമില്ല. പ്രൊഡക്ഷൻ കമ്പനി എനിക്ക് അനുവാദം തന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും ഒരു ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഹാദിന്റെ ഡ്രാമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സിനിമ തുടങ്ങുന്നുള്ളൂ. അതാവുമ്പോൾ ഹാദിന് അഭിനയിക്കാമല്ലോ എന്ന് ഇയാൾ പറയും. അതിന് എന്ത് പറയണമെന്ന് അറിയത്തില്ല മിസ് പാർക്കിന്. അത് ഞാൻ തന്നെയല്ലല്ലോ തീരുമാനിക്കേണ്ടതെന്ന് പറയുമ്പോഴത്തേക്കിനും ഇവന്റെ മുഖവും ഭാവവും എല്ലാം മാറും. നിങ്ങൾ എന്നോട് ഡിസ്കസ് ചെയ്യാതെയാണ് അവളുടെ ഡേറ്റ് വേറൊരു ഡ്രാമയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചത്. ഞാൻ ആദ്യമേ പറഞ്ഞാണ് എൻ്റെ അടുത്ത സിനിമയിൽ ഹാദിൻ തന്നെയാണ് നായിക എന്ന്. അത് ഞാൻ റിപ്പോർട്ടേഴ്സിൻ്റെ അടുത്തും എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എല്ലാവരുടെയും ഫ്രണ്ടിൽ ഞാനത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഹാദിനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവരുടെ മുമ്പിൽ ചെറുതാവുകയല്ലേ ചെയ്യുന്നത്. അത്രയും ഹ്യൂമിലിയേഷൻ സഹിക്കേണ്ട കാര്യം എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് ദേഷ്യപ്പെട്ടിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. ഹാദിന് ഹാക്കിങ്ങും ഏജൻസിയിലേക്ക് വരുമ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് റിപ്പോർട്ടർ പാർക്ക് അവിടെ ഉണ്ടാവും. അയാൾക്ക് അറിയേണ്ടത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ആങ്കർ ലീയെ മീറ്റ് ചെയ്യാത്തത്, നിങ്ങൾ ബ്രേക്കപ്പ് ആയോ, എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സ്റ്റാറ്റസ് എന്നൊക്കെയാണ്. ഒന്നും മിണ്ടാതെ ഹാദിനെ വിളിച്ചുകൊണ്ട് അവിടുന്ന് പോകും. ഇത് നേരെ ചെല്ലുന്നത് ഡയറക്ടർ ജിയുടെ ഫ്രണ്ടിലേക്കാണ്. നമ്മുടെ മൂവിയുടെ കാര്യം ഞാൻ മിസ് പാർക്കിന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്, അതോർത്ത് ടെൻഷൻ അടിക്കണ്ട, മൂവി നമുക്ക് ഒന്നിച്ച് തന്നെ ചെയ്യണം, സമയം കിട്ടുമ്പോൾ ഒന്നിച്ച് ഡിന്നറിന് ഇരിക്കാം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇവളുടെ ദേഹത്തൊക്കെ പിടിച്ച് സംസാരിച്ചിട്ടാണ് അയാൾ അവിടുന്ന് പോകുന്നത്. അവിടുന്ന് ഇവർ അകത്തേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് ചൂളിനെയാണ്. മിസ് പാർക്ക് ഒരു മീറ്റിംഗിലാണ്, അതുകൊണ്ട് അവനെ കാണാനായിട്ട് പറ്റിയില്ല. എനിക്ക് ഹാദിന്റെ അടുത്തൊന്ന് സംസാരിക്കണമെന്ന് പറയുമ്പോൾ ഹാക്കിംഗ് സമ്മതിക്കത്തില്ല. ഹാദിന് നല്ല സുഖമില്ല, പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവനെ വിളിച്ചുകൊണ്ട് അവിടുന്ന് പോകും. അപ്പൊ സംസാരിക്കാൻ സമ്മതിക്കാത്തതാണെന്ന് അവന് മനസ്സിലാവും. എന്താണ് എന്നോട് ഇപ്പൊ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, എന്തെങ്കിലും റീസൺ കാണുമല്ലോ, എന്താണെന്ന് പറയാനൊക്കെ ഇവൻ ചോദിക്കുന്നുണ്ട്. ഹാദിൻ എന്തായാലും പഴയ എന്തൊക്കെയോ ഓർമ്മകൾ ഇങ്ങനെ വേഗമായിട്ട് വരും. ആരോളുടെ പേര് വിളിക്കുന്നു, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് പറയുന്നു. അന്നേരത്തേക്ക് ഹാക്കിംഗ് അവിടേക്ക് വരും, മിസ് പാർക്കും വരും. നമ്മൾ വിചാരിച്ച പോലെ നടക്കുമെന്ന് തോന്നുന്നില്ല, ഡയറക്ടർ ജിയുടെ സിനിമയിൽ ഹാദിൻ അഭിനയിക്കേണ്ടി വരും എന്നാണ് തോന്നുന്നതെന്ന് മിസ് പാർക്ക് പറയുമ്പോഴത്തേക്കിനും ഹാക്കിംഗ് സമ്മതിക്കത്തില്ല. ഒരു കാരണവശാലും ഹാദിനെ അഭിനയിക്കാനായിട്ട് ഞാൻ വിടത്തില്ല, നോ പറഞ്ഞുവിടായിരുന്നു എന്നൊക്കെ ചോദിക്കും. അപ്പം മിസ് പാർക്കിനെ ഭീഷണിപ്പെടുത്തിയതാണെന്ന് ഇവർക്ക് മനസ്സിലാവും. ജെയും ജംഹുണിനെ അന്വേഷിച്ച് വീട്ടിലേക്ക് വരും. അവൻ പൂട്ടി അകത്തിരിക്കുകയാണ്. അപ്പൊ അതുപോലെ പാസ്പോർട്ട് കൊടുത്തിട്ട് അകത്തേക്ക് കയറാനായിട്ട് നോക്കുമ്പോൾ അതൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇവൻ ബെല്ലടിച്ചുകൊണ്ടേ ഇരിക്കും, പക്ഷെ ജംഹൂൺ വന്ന് തുറക്കത്തില്ല. നീ അകത്തുണ്ടെന്ന് അറിയാം, വന്നത് വാതിൽ തുറക്കാനായിട്ടൊക്കെ ഇവൻ പറയുന്നുണ്ട്, പക്ഷെ ജംഹൂൺ അനങ്ങത്തില്ല. പുതിയ ഡ്രാമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും ഓർണമെന്റ്സും ഒക്കെ സെലക്ട് ചെയ്യുകയാണ്. ഹാദിൻ അതിലൊന്നും ശ്രദ്ധിക്കുന്നില്ല, ഹാക്കിംഗ് ആണ് അതൊക്കെ നോക്കിക്കൊണ്ട് നടക്കുന്നത്. ഇതുപോലെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവളുടെ ശ്രദ്ധ അവിടെയൊന്നും അല്ല എന്ന് അവൾക്ക് മനസ്സിലാവും. എന്താ ഇന്നലെ മുതൽ ഇങ്ങനെയാണല്ലോ ഇരിക്കുന്നത്, ഡയറക്ടർ ജിയുടെ കാര്യം ആലോചിച്ചിട്ടാണോ? പേടിക്കണ്ട, അയാളുടെ സിനിമയിൽ അഭിനയിക്കാതിരിക്കാൻ എന്ത് വഴി ഞാൻ നോക്കും, നീ അഭിനയിക്കേണ്ടി വരത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അന്നേരമാണ് അവർക്ക് ടേയുവിന്റെ മെസ്സേജ് വരുന്നത്. കഴിഞ്ഞ ദിവസം കാണാം ജംഹൂണിനെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ വിളിച്ചിട്ട് വാതിൽ തുറക്കുന്നില്ല, എനിക്ക് കോണ്ടാക്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. അന്നേരം തന്നെ അവർ ആങ്കർ ലീയുടെ വീട്ടിലേക്ക് വന്നിട്ട് വിളിച്ചു നോക്കുന്നുണ്ട്, പക്ഷെ അവൻ കതവ് തുറക്കുന്നില്ല. അപ്പൊ സെക്യൂരിറ്റി അവിടേക്ക് വരും. എങ്ങനെയെങ്കിലും ഈ വാതിൽ ഒന്ന് തുറന്നു തരാമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അങ്ങനെ ചെയ്യുവാണെങ്കിൽ എനിക്ക് പ്രശ്നമാവും, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ആംബുലൻസ് വിളിക്കാനായിട്ട് പറയും. അങ്ങനെ ഹാദിൻ ആംബുലൻസ് വിളിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ആങ്കർ ലീ വന്ന് വാതിൽ തുറക്കും. എന്നിട്ട് ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോവും. പുറകെ ചെല്ലുന്ന ഹാദിൻ കാണുന്നത് അവിടെ മുഴുവൻ സോജുവിന്റെ കുപ്പിയാണ്. കുടിക്കാത്ത ആങ്കർ ലീ ആണല്ലോ, ഇപ്പൊ എന്തായി കാണുന്നതെന്നുള്ള ഒരു പേടി അവക്കുണ്ട്. ഇങ്ങനെ ഒരാളല്ല, ഇയാൾ സ്ട്രോങ് ആണെന്നൊക്കെ പറഞ്ഞ് ഇവള് സംസാരിക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കിനും ഇയാൾ എന്തിനാണ് എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടിനെ പോലെ സംസാരിക്കുന്നത്, ഇയാൾക്ക് എന്നെ പറ്റി എന്തറിയാം, എൻ്റെ അമ്മ എന്നും എന്നെ പറ്റി ആലോചിച്ച് സങ്കടപ്പെട്ടിട്ടേ ഉള്ളൂ, എൻ്റെ ഈ ഒരു കഴിവ് കാരണം അമ്മയ്ക്ക് ഒരിക്കലും മനസ്സമാധാനം ഉണ്ടായിരുന്നില്ല, അമ്മ ഒരിക്കൽ പോലും അമ്മയെ പറ്റി ആലോചിച്ചിട്ടില്ല, എന്നും എന്നെ പറ്റി ആലോചിച്ചാണ് വിഷമം ഉണ്ടായിരുന്നത്, അവസാനം മരിക്കാൻ കിടക്കുമ്പോൾ പോലും എന്നെ പറ്റിയാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്,
അമ്മയ്ക്ക് വേണ്ടി ജീവിക്കാനായിട്ട് അമ്മയ്ക്ക് പറ്റിയിട്ടില്ല. ഇതിനെല്ലാം കാരണം ഞാൻ അമ്മയുടെ മോനായിട്ട് ജനിച്ചത് കൊണ്ടാണെന്നൊക്കെ ഇവൻ ഇങ്ങനെ പറയും. അത് അമ്മയ്ക്ക് ഇയാളോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് പറയുമ്പോഴത്തേക്കും അവൻ തിരിച്ച് ദേഷ്യപ്പെടും. എത്ര ഈസി ആയിട്ടാണ് ഇയാൾ സ്നേഹം എന്ന വാക്ക് ഉപയോഗിച്ചതെന്നൊക്കെ ചോദിച്ചിട്ടാണ് ദേഷ്യപ്പെടുന്നത്. എന്താണ് സംഭവം നമുക്ക് മനസ്സിലാകുന്നില്ല. ഞാനത് എളുപ്പത്തിൽ പറഞ്ഞതല്ല, എല്ലാവരുടെയും ലൈഫിൽ ഇത് സംഭവിക്കുന്നതാണ്, എല്ലാവരും ഇതിലൂടെ കടന്നു പോകുന്നതാണ്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കിനും അവൻ പിന്നെയും ദേഷ്യത്തിൽ ചോദിക്കുന്നത്, എല്ലാവർക്കും അങ്ങനെയല്ല, ഇയാൾക്ക് അങ്ങനെയല്ലല്ലോ, ഇയാൾക്കൊന്നും ഓർമ്മയില്ലല്ലോ, ഓർക്കേണ്ട കാര്യങ്ങളെല്ലാം മറന്നിട്ട് ഇയാൾ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ ജീവിക്കുകയല്ലേ എന്ന് ചോദിക്കും. അത് കേൾക്കുമ്പോൾ ഇവൾ ആകെ ഷോക്ക്ഡായി പോകും. ആ ഷോക്കിലാണ് ഹാദിൻ ഇറങ്ങി വരുന്നത്. അവളുടെ മുഖം കാണുമ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്ന് ഹാക്കിങ്ങിന് മനസ്സിലാവും. അവൾ ചോദിക്കുന്നുണ്ടെങ്കിലും വീട്ടിലേക്ക് പോകാം എന്നാണ് ഹാദിൻ പറയുന്നത്. സെയ്യുടെ കൂടെ ഇരുന്ന് പണ്ട് പാട്ടൊക്കെ കേട്ടോണ്ടിരുന്നത് സ്വപ്നം കണ്ടിട്ട് ഹാദിൻ രാത്രിയിൽ ഞെട്ടി ഉണരും. സ്റ്റോക്കർ ഈ സമയത്ത് പിന്നെയും കുറെ ഫോട്ടോസ് ഒക്കെ പ്രിന്റ് എടുത്ത് കവറിലാക്കി എങ്ങോട്ടേക്കോ കൊണ്ടുപോകും. ഇവരുടെ കൂടെയുള്ള ഫോട്ടോസ് ഒക്കെ കിട്ടുന്നത് മെന്റൽ ഹോസ്പിറ്റലില് സെയ്യുടെ കില്ലറിനാണ്. അയാൾ ഈ ഫോട്ടോസ് എല്ലാം നോക്കിയിട്ട് ഹാദിന്റെ ഫോട്ടോയിൽ തന്നെ നോക്കിയിരുന്ന് ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കും. ഹാദിൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നേരെ ഉറങ്ങിയില്ലെന്ന് ഹാക്കിങ് ചോദിക്കുന്നുണ്ട്. എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നാണ് ഹാദിൻ പറയുന്നത്. ഹാക്കിങ് അന്നേരം കൺവീനിയൻസ് സ്റ്റോറിലേക്ക് പോകും. അവൾ പോയി കഴിയുന്ന ഉടനെ തന്നെ ഹാദിൻ ടേയൂണിനെ വിളിക്കും. മീറ്റ് ചെയ്യുന്നുണ്ടെ, ഞാൻ ഇന്നലെ ആംഗലിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ആംഗലി കുടിക്കാറില്ലല്ലോ, പക്ഷെ അവിടെ ഇപ്പോൾ ഫുൾ ടൈം സൂചി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പറയണം എന്ന് തോന്നി, അതുകൊണ്ട് വിളിച്ചതാണെന്ന് പറയും. അവനിപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട് ആയിരിക്കും ആഗ്രഹം, അതുകൊണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ടെന്ന് പറയും. ഇവിടെ നോക്കുന്നുണ്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് ഡോക്ടർ യുവിന് മനസ്സിലാവും. എന്താ വല്ലാതിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആദ്യം ഇവള് മിണ്ടാതിരിക്കും. എന്നിട്ട് പറയും, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റുഡിയോ ആണ് സ്വപ്നം കണ്ടത്. അവിടെ എൻ്റെ കൂടെ ആരോ ഉണ്ടായിരുന്നു, പക്ഷെ ഉണർന്നു കഴിഞ്ഞപ്പോൾ ആളുടെ മുഖം എനിക്ക് ഓർമ്മയില്ല എന്ന് പറയുമ്പോഴത്തേക്കിനും എന്താ ആ സ്വപ്നം ട്രബിൾ ചെയ്യുന്നുണ്ടോ എന്ന് ഡോക്ടർ ചോദിക്കും. അങ്ങനെയല്ല, ശരിക്കും ഞാനത് എക്സ്പീരിയൻസ് ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയുമ്പോഴത്തേക്കിനും അതൊരു നല്ല കാര്യമല്ലേ, പ്രാക്ടീസ് ചെയ്തിരുന്ന സ്റ്റുഡിയോ അല്ലേ കണ്ടത്, ചിലപ്പോൾ അതുപോലെയുള്ള എന്തെങ്കിലും സിമിലർ ആയിട്ടുള്ള എക്സ്പീരിയൻസിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം, ചിലപ്പോൾ അത് വെറും ഒരു സ്വപ്നമായിരുന്നിരിക്കാം. ആ സ്വപ്നം ആലോചിച്ച് വിഷമിക്കുന്നുണ്ടെങ്കിൽ മാത്രം എന്നോട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ ആശ്വസിപ്പിക്കും. കടയിലെ സാധനമൊക്കെ എടുത്തോണ്ട് നിൽക്കുമ്പോൾ ഗ്ലാസ്സിൽ കൂടി റിപ്പോർട്ടർ ജോയെ ഹാക്കിങ് കാണും. ഒരു പെൺകുട്ടി വന്ന് അവനോട് സംസാരിക്കുന്നു. ദേഷ്യത്തില് ബാഗൊക്കെ വെച്ച് അടിച്ചിട്ട് തിരിച്ചു പോകുന്നത് ഇവള് കാണും. അവൻ എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവൻ നോക്കുമ്പോഴത്തേക്കും ഇവള് തിരിഞ്ഞു നിൽക്കും. പക്ഷെ റിപ്പോർട്ടർ ജോ ഇവളെ കാണും. ഹാക്കിങ് ഇറങ്ങി വരുന്നുണ്ട്, എല്ലാം കണ്ടോ എന്നാണ് അവൻ ചോദിക്കുന്നത്. ഇവള് പറയുമ്പോൾ തന്നെ എല്ലാം കണ്ടു എന്ന് അവന് മനസ്സിലാവും. എന്ത് ചെയ്തിട്ടാണ് ആ പെൺകുട്ടി ഇങ്ങനെ അടിച്ചതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ മാറിപ്പോയി എന്നാണ് അവള് പറയുന്നതെന്ന് പറയും. ഇവളാണെങ്കിൽ മുഖത്തൊക്കെ അടി കൊണ്ടതാണ്, ഐസ് വെക്കാനായിട്ടൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇയാൾ കഴിച്ചതാണോ, ഇല്ലാന്നുണ്ടെങ്കിൽ എന്റെ കൂടെ വാ, ട്രീറ്റ് എന്റെ വകയാണെന്ന് പറഞ്ഞിട്ട് ഹാക്കിങ് അവനെ വിളിച്ചുകൊണ്ട് പോകും. ഹാക്കിങ് വീട്ടിലെത്തി കഴിഞ്ഞിട്ടാണ് ഹാദിൻ വരുന്നത്. എവിടെ പോയതാണെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ യുവിനെ മീറ്റ് ചെയ്യാൻ പോയതാണെന്ന് പറയും. എന്ത് പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഞാൻ ചോദിച്ചതല്ലേ, വീണ്ടും തെറാപ്പി തുടങ്ങണമെന്നൊക്കെ ഹാക്കിങ് ചോദിക്കുമ്പോൾ അതല്ല, വെറുതെ കണ്ടെന്നേ ഉള്ളൂ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മീറ്റ് ചെയ്യുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയെന്ന് ഹാദിൻ പറയും. അങ്ങനെ ഹാക്കിങ്ങിന് ഒരു കോൾ വരും. അത് ആംഗർ ലീഡ് അപ്പാർട്ട്മെന്റിലെ സെക്യൂരിറ്റി ഗാർഡാണ്. എന്തെങ്കിലും പറ്റുവാണെങ്കിൽ വിളിക്കണമെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ വിളിച്ചതാണ്. ആംഗർലി കാറും എടുത്തിട്ട് പോയിട്ട് ഒരുപാട് നേരമായി, ഇതുവരെ തിരിച്ചു വന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് സെക്യൂരിറ്റി ഗാർഡ് വിളിക്കുന്നത്. ഇവര് അവന്റെ വീട്ടിലെത്തുമ്പോൾ ഡോക്ടർ യു അവിടെ നിൽപ്പുണ്ട്. അപ്പൊ അവനെ വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. അവനെ അന്വേഷിച്ച് പോകാനായിട്ട് തുടങ്ങുകയാണ് ടേയൂൺ. ടേയൂണിന്റെ കൂടെ പോകാനായിട്ട് ഹാദിൻ തുടങ്ങുന്നുണ്ട്. അവർക്ക് മീറ്റിംഗ് ഉണ്ടെന്ന് ഹാക്കിങ് ഓർമ്മിപ്പിക്കും. ഞാൻ ഡോക്ടർ യുവിന്റെ കൂടെ പോവുകയാണ്, ആംഗർലിക്ക് എന്തെങ്കിലും പറ്റുവാണെങ്കിൽ ഞാനത് റിഗ്രറ്റ് ചെയ്യുമെന്ന് ഹാദിൻ പറയുമ്പോൾ മീറ്റിംഗ് ഹാക്കിങ് ഹാൻഡിൽ ചെയ്തോളാന്ന് പറഞ്ഞിട്ട് അവളെ പോകാനായിട്ട് സമ്മതിക്കും. ജംഗ്ഹൂൺ എവിടെയാണെന്ന് ലൊക്കേഷൻ മനസ്സിലാക്കിയിട്ട് അങ്ങോട്ടേക്കാണ് ടേയൂൺ പോകുന്നത്. ഫ്യൂണറൽ നടന്നു കഴിയുമ്പോഴത്തേക്കും അവൻ ഡിസ്ട്രാക്റ്റഡ് ആയി എന്ന് തോന്നുമ്പോൾ ടേയൂൺ ജംഗ്ഹൂണിന്റെ ഫോണിൽ ഒരു ട്രാക്കിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ എന്തെങ്കിലും സംഭവിച്ചാലോ, അവൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്താലോ എന്ന് പേടിച്ചിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് പോലും അവനെ ഞാൻ അവസാനം ഒരു പേഷ്യന്റിനെ പോലെയാണല്ലോ ട്രീറ്റ് ചെയ്തതെന്നുള്ളൊരു ഗിൽറ്റി ഫീലിംഗ് ടേയൂണിനുണ്ട്. ഇത്രയെങ്കിലും ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഹാദിൻ അവനെ ആശ്വസിപ്പിക്കുന്നത്. ഒരിക്കലും ഞാൻ ആംഗലിയുടെ വീട്ടിലേക്ക് പോകാൻ പാടില്ലായിരുന്നു, ഒരുപക്ഷെ ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചത് കൊണ്ടായിരിക്കാം വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയതെന്നൊക്കെ പറഞ്ഞിട്ട് ഹാദിനും ആകെ പ്രശ്നമാണ്. ജംഗ്ഹൂൺ വന്നത് അമ്മയെ അടക്കിയ സ്ഥലത്തേക്കാണ്. എനിക്ക് അമ്മയോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ട്, പക്ഷെ അതിനൊന്നും ഉത്തരം എനിക്ക് ഇനി കിട്ടത്തില്ലല്ലോ. പക്ഷെ ഒരു കാര്യം എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ശരിക്കും ഞാൻ അടുത്തുള്ളത് അമ്മയ്ക്ക് സന്തോഷമാണെന്ന് പറഞ്ഞത് സത്യമായിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്നോ വീഴാനായിട്ട് തുടങ്ങും. ആ സമയം കൊണ്ട് അവർ രണ്ടുപേരും അവിടെ എത്തിയിട്ടുണ്ട്. നോക്കുമ്പോൾ കാറിൽ ഫോൺ വെച്ചിട്ടാണ് ആംഗർലി പോയേക്കുന്നത്. സ്നോ വീഴുന്ന കാണുമ്പോഴത്തേക്കിനും സ്നോയായിട്ട് ബന്ധപ്പെട്ട എന്തോ ബാഡ് മെമ്മറി ആംഗർലിക്ക് ഇല്ലേ എന്ന് ഹാദിൻ ഡോക്ടർ യുവിന്റെ അടുത്ത് ചോദിക്കും. അവൻ മിണ്ടാതെ നിൽക്കുമ്പോൾ അവന്റെ മുഖത്തുനിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും, എനിക്ക് അന്നേ തോന്നി, അന്നേ ദിവസം ഇതുപോലെ സംഭവിച്ചപ്പോൾ
എന്തോ പ്രശ്നമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയായിരുന്നു. എത്രയും പെട്ടെന്ന് നമുക്ക് ആങ്കർ ലീയെ കണ്ടുപിടിക്കണ്ടേന്ന് ചോദിച്ചിട്ട് രണ്ടുപേരും രണ്ട് വഴിക്ക് പോയി പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് നോക്കും. ആങ്കർ ലീ ഈ സമയത്ത് അമ്മയെ പറ്റി ഇങ്ങനെ ആലോചിച്ചിട്ട് ബോധമില്ലാത്ത കൂട്ടം ബാലൻസ് ഇല്ലാതെയൊക്കെ നടക്കുകയാണ്. അവന്റെ മനസ്സിൽ മുഴുവൻ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളാണ്. ഈ ഓർമ്മകളെല്ലാം കൂടി വരുമ്പോഴത്തേക്കിനും അവന് തല കറങ്ങുന്നതായിട്ട് തോന്നും, അങ്ങനെ വീഴാനായിട്ട് പോകും. അത് കണ്ടുകൊണ്ടാണ് പുറകെ നിന്ന് ഹാദിൻ വരുന്നത്. അവനെ വിളിച്ചോണ്ട് ഓടി വന്ന് പിടിക്കും. ജംഗ്ഹൂൺ ബോധം മറിഞ്ഞ ഹാദിന്റെ ദേഹത്തേക്ക് വീഴും. അത് കണ്ടുകൊണ്ടാണ് ടേയൂൺ വരുന്നത്. രാവിലെ എഴുന്നേറ്റ് വരുന്ന ആങ്കർ ലീ കാണുന്നത് ടേയൂണിനെയാണ്. ഹാദിൻ എന്തേ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു എന്ന് അവൻ പറയുമ്പോൾ, അതെ, ഇന്നലെ രാത്രി മുഴുവൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പൊ അങ്ങോട്ടേക്ക് പോയതേ ഉള്ളൂ. ഈ ഫുഡൊക്കെ ഹാദിൻ കൊണ്ടുവന്നതാണ്, മുഴുവൻ കഴിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. രാവിലെ വന്നിരുന്ന് കാപ്പി കുടിക്കാനായിട്ട് പറയും. ഹാക്കിങ് അവളെ വന്ന് കുറച്ച് മുമ്പെയാണ് വിളിച്ചോണ്ട് പോയതെന്നും പറയും. ഹാദിന് എന്നത്തേക്ക് വയ്യാതാവും, അവൾക്ക് നല്ല പനിയുണ്ട്, ഇത്രയും വയ്യാതെ എന്തിനാണ് ഇന്നലെ രാത്രി മുഴുവൻ അവിടെ ഇരുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഹാക്കിങ് വഴക്ക് പറയുന്നുണ്ട്. ഇത്രയും സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഞാൻ കൂടെ ഉണ്ടാവുമെന്ന് വാക്ക് കൊടുത്തതാണ്, പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആങ്കർ ലീയെ ആലോചിച്ചിട്ടാണ് ഹാദിന്റെ സങ്കടം മുഴുവൻ. അന്ന് രാത്രി ആരോ ഹാദിന്റെ വീടിന്റെ മതിൽ ചാടും. എന്നിട്ട് CCTV എന്തോ സ്പ്രേ ചെയ്ത് അതെല്ലാം ബ്ലോക്ക് ചെയ്തിട്ട് വാതിലെല്ലാം തുറന്ന് ഹാദിന്റെ റൂമിലേക്ക് ചെല്ലും.